मेरे प्यारे बच्चों साहब ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ പബ്ലിക് പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ സാറേ ഇനി ഫെബ്രുവരി ജനുവരി ഇനിയും ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും അപ്പൊ ഇനി ജനുവരി കഴിയാൻ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ ഇന്ന് 18-ാം തീയതിയായി ഇനി ഇതിൽ ആകെ 12 ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ പിന്നെ ഫെബ്രുവരി ഒരു ദിവസം ഇതിൽ ഒരുപാട് വെക്കേഷൻസ് ഒക്കെ വരും പിന്നെ മാർച്ച് മാസം നമ്മുടെ ആ മാസം ഇങ്ങെത്തി നമ്മുടെ പബ്ലിക് പരീക്ഷയുടെ മാസം നിങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായി മാറിക്കഴിയാനൊക്കെ ഉള്ള കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയൊക്കെ നേരിടേണ്ടതായിട്ടുണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ എന്റെ മക്കൾക്കറിയാം നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് ശേഷം വരുന്ന യൂണിറ്റ് ആണ് 5-ാമത്തെ യൂണിറ്റ് അല്ലേ 5-ാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് ശേഷം വരുന്നത് അപ്പൊ ഈ 5-ാമത്തെ യൂണിറ്റിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനുള്ളതായിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ നല്ല അടിപൊളി വലിയ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ആ യൂണിറ്റിന്റെ പേരെന്താ നസാര് അല്ലെ കാഴ്ചകൾ എന്ന് പറയുന്ന 2-ാമത്തെ നമ്മുടെ 5-ാമത്തെ യൂണിറ്റ് അപ്പൊ അതിൽ 2 പാഠഭാഗങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് പ്രേം കെ സിവ ഓർ കുച്ച് നഹി അല്ലെ ഇതെന്താണ് ഒരു ഡയറിയാണ് ഇത് നമുക്ക് പഠിക്കാനുണ്ട് ഈ യൂണിറ്റിൽ പിന്നെ അതേപോലെ ഹാത്തിയോം കി രഹ്ഗുസർ എന്ന് പറയുന്ന ഒരു ഘടനാവർണ്ണൻ അല്ലെ ഇത്തരത്തിൽ നമുക്ക് 2 പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ നസാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാഴ്ചകൾ എന്നാണ് അല്ലെ നമ്മളൊക്കെ വ്യത്യസ്ത കാഴ്ചകൾ കാണുന്ന ആളുകളാണ് അല്ലെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ ഹാത്തിയോം കി രഹ്ഗുസർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ നമുക്ക് ഒരുപാട് നമ്മൾ ഹാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് പോയി ഹാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ പോയത് എന്താ പോയത് ആനയെ നമുക്ക് ഓർമ്മ വന്നു അപ്പൊ ഹാത്തിയോം കി രഹ്ഗുസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണിത് ആനകൾ എന്ത് ചെയ്യുന്നടാ ആനകൾ ജീവിക്കുന്നു രഹ്ഗുസർ ആനകൾ ജീവിക്കുന്നു അപ്പൊ ഇത് ഒരു ഘടനാവർണ്ണനാണ് അപ്പൊ എന്താ ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താടാ ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ കുറിച്ച് വർണ്ണിക്കുന്നതിനെയാണ് അല്ലെ ഒരു സംഭവത്തെ കുറിച്ച് വർണ്ണിക്കുക ഒരു സംഭവം നടന്ന ഒരു സംഭവം അതിനെ കുറിച്ച് കൂടുതലായിട്ട് വർണ്ണിക്കുന്നതാണ് എന്ത് ഘടനാവർണ്ണൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആരുടേതാണ് യാദവേന്ദ്രയുടേതാണിത് യാദവേന്ദ്ര എന്ന് പറയുന്ന ഒരാളുടേതാണ് അപ്പൊ ഈ പാഠഭാഗം എന്തുമായി ബന്ധപ്പെട്ട ഒരു ആനയുടെ ചിത്രമൊക്കെ കണ്ടു ആനയുമായി ഹാത്തിയോം കി രഹ്ഗുസർ ആനകൾ ജീവിക്കുന്നു എന്നുള്ള ഒരു ഹെഡിങ് ഒക്കെയാണ് അപ്പൊ എന്താണിത് അമ്മയുടെ സ്നേഹം അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം അതായത് അമ്മയായ ആനയും തന്റെ കുഞ്ഞായ ആനക്കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ അല്ലെ അപ്പൊ പെണ്ണാനക്ക് എന്താ പറയാ പിടിയാന അല്ലെ അപ്പൊ പിടിയാന അപ്പൊ അമ്മയായ പിടിയാന അല്ലെ പിടിയാനയുടെ തന്റെ കുഞ്ഞുമായുള്ള സ്നേഹബന്ധത്തിന്റെ ഒക്കെ ഒരു പാഠഭാഗമാണ് കഥ അത് നമ്മൾ ഈ കഥ മനോഹരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പൊ എന്റെ മക്കൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് നല്ല അടിപൊളി ഒരു പിക്ചർ എന്റെ മക്കളുടെ മനസ്സിൽ വരും പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും പരീക്ഷയിൽ എന്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത്തരത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി വെക്കുന്നു അപ്പൊ ഇത് എഴുതിയത് ആരാണ് യാദവേന്ദ്രയാണ് എന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം 13 ഒക്ടോബറിലാണ് സംഭവിച്ചിട്ടുള്ളത് 1957 എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക പിന്നെ അദ്ദേഹം ജനിച്ചത് ബീഹാറിലാണ് ഇത് രണ്ടും എന്റെ മക്കൾ മറക്കാതെ എന്ത് ചെയ്യുക ഒന്ന് സെറ്റാക്കി ഒന്ന് മനസ്സിലൊന്നാക്കി വെക്കുക ഓക്കെ അല്ലേ ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ഇത്തരത്തിലുള്ള ഈ ചോദ്യം എന്താണ് ഈ ചോദ്യം നമ്മൾ ചോദിച്ചത് എന്താ സഹി വാക്യ ചുൻകർ ലിഖേ സഹി വാക്യ അല്ലെ ശരിയായ വാക്യങ്ങൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുത്ത് ലിഖേ എഴുതുക അപ്പൊ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതണം എന്നുള്ളതാണ് അപ്പൊ താഴെ ഒരു 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട് 6 നമുക്ക് എണ്ണി നോക്കാം 1 2 3 4 5 അല്ലെ 6 വാക്ക് തന്നിട്ടുണ്ട് ഈ 6 വാക്കിൽ ശരിയായിട്ടുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം യുവകിനെ ഹാത്തിയോം കാ വീഡിയോ ബനായ യുവാവ് അല്ലെ യുവക് എന്ന് പറഞ്ഞാൽ യുവാവാണ് അപ്പൊ യുവാവ് ഹാത്തിയോം കാരണ ആനകളുടെ എന്തെടുത്ത് എന്ന് പറഞ്ഞ വീഡിയോ ആനകളുടെ എന്തെന്നാ പറഞ്ഞടാ വീഡിയോ അല്ലെ വീഡിയോ എന്ത് ചെയ്തു എടുത്തു ബനായ എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോ എടുത്തു ഇവിടെ നമുക്ക് എന്ത് പറയാം വീഡിയോ എടുത്തു അപ്പം യുവാവ് ആനകളുടെ വീഡിയോ എടുത്തു അത് ശരിയാണോ തെറ്റാണോ ഒന്ന് പറഞ്ഞേ യുവാവ് ആനകളുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നോ
യെസ് സാർ, അത് ശരിയാണ് അല്ലേ? അപ്പൊ അത് ശരിയാണ്. അപ്പൊ നമ്മൾ ശരി ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. ഹാത്തിനി ഓർ ചോട്ടെ ബച്ചേനെ ആസാനി സെ ഡിവൈഡർ പാർ കിയ. ഹാത്തിനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാത്തിനി എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിയാനയാണ് അല്ലെ? പിടിയാന. ഹാത്തിനി എന്ന് പറഞ്ഞാല് പിടിയാനയാണ്. അപ്പൊ ഇവിടെ എന്താ പിടിയാന ചെയ്തിട്ടുള്ളത്? നോക്കിക്കോ, പിടിയാന. എന്റെ മക്കൾ ശ്രദ്ധിച്ചോ, പിടിയാന. നോക്ക്, പിടിയാന. ഹാത്തിനി പിടിയാന. പിടിയാന ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഓർ ചോട്ടെ ബച്ചെ. പിടിയാന എന്താണ്? തന്റെ ചോട്ടെ ബച്ചെ, ചെറിയ കുട്ടികളെ, ചെറിയ കുട്ടികളെ എന്താ ചെയ്തിട്ടുള്ളത്? ആസാനീസേ അല്ലെ? ആസാനി എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പത്തിൽ, എളുപ്പത്തിൽ, എളുപ്പത്തിൽ എന്താ ചെയ്തത്? ഡിവൈഡർ അല്ലെ? ഡിവൈഡർ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞത്. ഡിവൈഡർ അല്ലെ? ഡിവൈഡർ എന്ത് ചെയ്തു? കടന്നു. അപ്പം പിടിയാന തന്റെ ചെറിയ ആനക്കുട്ടിയുടെ കൂടെ എളുപ്പത്തിൽ റോഡ് ക്രോസ് ചെയ്തു. അത് ശരിയാണോ? ഇല്ല, അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഇല്ലാതായപ്പോഴാണ് ഈ കഥ ഒരു ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളത് എൻ്റെ മക്കളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ അത് തെറ്റാണ്. കാരണം ആ ചെറിയ ആന ആ ഡിവൈഡർ കടക്കാൻ പ്രയാസപ്പെടുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ അതെന്താണ്? അത് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? തെറ്റിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? തെറ്റിട്ട് കൊടുത്തു. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ, മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന ഏതാ? ബച്ചോം കി അല്ലെ? ബച്ചോം കി. ശ്രദ്ധിച്ചോ, ബച്ചോം കി സുരക്ഷ കെ ലിയെ ഹാത്തിയോം നെ ജുണ്ട് ബനായ. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെ? കുട്ടികളുടെ 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 എന്തിനു വേണ്ടി? സുരക്ഷയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്? ആനകൾ എന്താ ചെയ്തത്? ആനകൾ എന്ത് ചെയ്തു? ഒരു കൂട്ടം കൂടി നിന്നു. കൂട്ടം കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് പറയാം. കൂട്ടം ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ശരിയോ തെറ്റോ? ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് സാർ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്നുണ്ട് അല്ലെ? മാഷിന് കേൾക്കാതെ എന്താണ്? അത്തരത്തിലൊരു കൂട്ടം ഉണ്ടാക്കിയില്ലേ ആനകളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ശരിയാണ്. മൂന്നാമതുള്ളതും ശരിയാണ്. നാലാമതുള്ളത് എൻ്റെ മക്കൾ നോക്കിക്കോ. സർദാർ ഹാത്തിനെ അപ്പിനെ കുൻബേക്കോ സുരക്ഷിത് രഖാ. സർദാർ ഹാത്തി എന്ന് പറഞ്ഞാൽ ആരാണെടാ? സർദാർ ഹാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർദാർ ഹാത്തി ഇതാണ്. യെസ്, സർദാർ ഹാത്തി അല്ലെ? ആരാണ് സർദാർ ഹാത്തി എന്ന് പറഞ്ഞാൽ? മുഖ്യ ആന അല്ലെ? മുഖ്യ ആന, അവരുടെ നേതാവ് അല്ലെ? അവരെന്താണ്? അപ്പിനെ കുൻബെ എന്ന് പറഞ്ഞാൽ പരിവാറാണ്, അഥവാ കുടുംബമാണ്. കുടുംബത്തെ എന്ത് ചെയ്തു? സുരക്ഷിതരക്ക, സംരക്ഷിക്കുന്നു. കുടുംബത്തെ എന്ത് ചെയ്തു? സംരക്ഷിക്കുന്നു. അത് ശരിയോ തെറ്റോ? യെസ്, സഹി ജവാബ്. അതെന്താണ്? അതും ശരിയാണ്. തന്റെ കുടുംബത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ആന. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്തു? ശരിയാണ് എന്ന് പറയാം. പിന്നെ അഞ്ചാമത് പറഞ്ഞിട്ടുണ്ട് കുൻബ പാനി പീനെ കെലിയെ ചലാഗയാ അല്ലെ? ആ കുടുംബം എന്താ ചെയ്തത്? കുടുംബം വെള്ളം കുടിക്കാനായി. പാനി പീനെ, വെള്ളം അല്ലെ? പാനി പീനെ പറഞ്ഞ വെള്ളം കുടിക്കാൻ എന്ത് ചെയ്തൂടാ? ചലാഗയാ, പോയി. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? പോയി എന്ന് പറയുന്നുണ്ട്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? സഹിഹേ, ശരിയാണ് അല്ലെ? അവര് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ശരിയായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് തന്ന ആറാമത്തെ പോയിന്റാണ് സർദാർ ഹാത്തി ജുണ്ട് സെ അലഗ് ചലാഗയാ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? മുഖ്യ ആന എന്താ ചെയ്തത്? ജുണ്ട് സെ ആനക്കൂട്ട, ഹാത്തി സെ ജുണ്ട് സെ ആനക്കൂട്ടത്തെ എന്ത് ചെയ്തു? ആനക്കൂട്ടത്തിൽ നിന്നും വേറിട്ടാണ് നടന്നത്. സർദാർ ആന, അതായത് മുഖ്യ ആന അല്ലെ? അവരുടെ നേതാവ് അല്ലെ? മുഖ്യ ആന എന്താ ചെയ്തത്? സർദാർ ഹാത്തി അല്ലെ? മുഖ്യ ആന എന്താ ചെയ്തതാ? സർദാർ ഹാത്തി മുഖ്യ ആന അല്ലെ? മുഖ്യ ആന എന്താ ചെയ്തത്? ആനക്കൂട്ടത്തിൽ നിന്നും വേറിട്ടാണ് നടന്നത്. അലഗ് എന്ന് പറഞ്ഞാൽ വേറിട്ടാണ് എന്ത് ചെയ്തത്? നടന്നത്. ആനക്കൂട്ടത്തിൽ നിന്നും വേറിട്ടാണ്, കൂട്ടത്തിൽ നിന്നും വേറിട്ടാണ് നടന്നത്. കൂട്ടത്തിൽ നിന്നും വേറിട്ടിട്ടാണോ നമ്മുടെ മുഖ്യ ആയിട്ടുള്ള നമ്മുടെ ലീഡ് ചെയ്ത നമ്മുടെ ആന നടന്നിട്ടുള്ളത്? ഒരിക്കലും അല്ല അല്ലെ? എന്താണ്? അവരോടൊപ്പം ചേർന്ന് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ഇത് ഗലത്താണ്, അഥവാ തെറ്റാണ് എന്നുള്ളതാണ്.
ഇതൊരിക്കലും ശരിയല്ല അല്ലേ. അപ്പൊ ഇതെന്താണ്, ഇത് തെറ്റാണ്. അപ്പൊ 2 തെറ്റുകളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്താണ്, യുവാവ് ആണുങ്ങളുടെ വീഡിയോ എടുത്തത് ശരിയാണ്. ആ കുട്ടികൾ സുരക്ഷിതമായി അല്ലെ, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ഉണ്ടാക്കിയത് ശരിയാണ്. മുഖ്യ ആന എന്ത് ചെയ്തു, കുടുംബത്തെ സംരക്ഷിക്കുന്നുണ്ട്, അത് ശരിയാണ്. പിന്നെ എന്ത് ചെയ്തു, അവരുടെ കുടുംബം എന്ത് ചെയ്തു, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പാനി പീനേക്ക അല്ലെ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി, അതും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള ഏതാ, എന്താ ചെയ്തത്, പിടിയാന ചെറിയ കുട്ടി കുട്ടികളും കൂടി ആ ഡിവൈഡർ ഈസി ആയിട്ട് കടന്നു, അത് തെറ്റാണ് അല്ലെ. കാരണം ചെറിയ ആന ആ ഡിവൈഡർ കടക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടു അല്ലെ. അതേപോലെ പിന്നെന്താ, സർദാർ ഹാത്തി അല്ലെ, മുഖ്യ ആന എന്ത് ചെയ്തു, തന്റെ കൂട്ടത്തിലല്ലാതെ അല്ലെ, ആനക്കൂട്ടത്തിലല്ലാതെ വേറിട്ടാണ് നടന്നത്, അതും എന്താണ്, നുണയാണ്, ഫാൾസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 2 മാത്രമേ തെറ്റുള്ളൂ, ബാക്കി 4 ശരിയാണ്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ഈ വരുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് ഉണ്ടാകും, ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സഹി ജവാബ് അല്ലെ. അപ്പൊ സഹിയാണോ ഗലത്താണോ, ഗലത്ത് എന്ന് പറഞ്ഞാൽ റോങ് ആണ്, സഹി എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അപ്പൊ ട്രൂ ഓർ ഫാൾസിന്റെ ചോദ്യം നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ ഉടനീളം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പൊ സെറ്റ് അല്ലടാ. അപ്പൊ ഇത്തരത്തിൽ ഹാത്തിയോങ്ക് രഹ്ഗുസർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ ഡിസ്കസ് ചെയ്തത്. എന്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് മാഷിന് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് പഠിക്കടാ. മാഷുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സ്വന്തം മനസ്സാറാണ്. അഗല വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.